കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 6 മുതലുള്ള തിരുവചന ഭാഗം. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്നവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്നവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ട് ജോർദാൻ്റെ അക്കരെ ബെഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ആഗമന കാലത്ത് നമ്മൾ എപ്രകാരം ഒരുങ്ങി അർത്ഥവത്തായി ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. 24-ാം തീയതി വൈകിട്ട് 9 മണിക്ക് നമുക്ക് ക്രിസ്മസിൻ്റെ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷം നടക്കും. ഇനി അതിന് നമ്മളെങ്ങനെ ഒരുങ്ങി ആ ഒരു ആഘോഷം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 3-ാമത്തെ തിരിയും നമ്മൾ തെളിച്ചു. അടുത്ത ഞായറാഴ്ച 4-ാമത്തെ തിരിയും തെളിക്കും. അതിനുശേഷം നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് വെള്ളത്തിരി നമ്മൾ കത്തിക്കുന്നതാണ്. നമുക്കറിയാം, ഈ 4 തിരികൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ പണിതുയർത്തണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ തിരികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും. പ്രത്യാശ, ഒരു തിരിയൽ എഴുതിയിരിക്കുന്നത് പ്രത്യാശ, ഹോപ്പ്. 2-ാമത്തേതാണ് പീസ്, സമാധാനം. 3-ാമത്തേതാണ് ലവ്, സ്നേഹം. 4 ആനന്ദം, ജോയ്. ഈ 4 തൂണുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉയർത്തി വെച്ചാൽ നമുക്ക് യേശുവാകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമുക്കറിയാം യേശു ആരായിരുന്നു എന്നുള്ളത്. യേശു സദ്വാർത്തയായിരുന്നു. യേശു ആണ് ലോകം ശ്രവിച്ച ഏറ്റവും വലിയ സദ്വാർത്ത. ആട്ടിടയർക്ക് മാലാഖ കൊടുത്ത സന്ദേശവും അതാണ്. ലോകം മുഴുവൻ്റെയും സന്തോഷത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന സദ്വാർത്ത. യേശു ജനിച്ചിരിക്കുന്നു. ഈ സദ്വാർത്ത ആർക്കാണ് സ്വീകാര്യമാകുന്നത്? ഈ സദ്വാർത്തയുടെ സൽഫലങ്ങൾ ഏതൊക്കെയാണ്? ഇന്നത്തെ വായനകൾ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സദ്വാർത്തയെക്കുറിച്ചുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രവചനം, പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ആ പ്രവചനം, അതാണ് നമ്മളിന്ന് ആദ്യ വായനയിൽ വായിച്ചു കേട്ടത്. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശു ആരാണെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. നമ്മൾ കണ്ടു, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂട്ടുവചനങ്ങൾ പോലെ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്.
സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്ക 4:18 മുതൽ വായിക്കുമ്പോൾ യേശു പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സദ്വാർത്ത അറിയിക്കാനായിട്ടാണ് ഈ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പറയുന്നുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഒരുപോലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് യേശു സദ്വാർത്തയാണ്. ഈ സദ്വാർത്ത നമുക്ക് സദ്വാർത്തയാകണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ ലോകം കൊണ്ട് നിറഞ്ഞു നിന്നാൽ നമുക്ക് ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നത്, അതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എങ്കിൽ ബൈബിൾ വായിച്ചാലും നമുക്കത് അർത്ഥവത്തായി തോന്നണമെന്നില്ല. കാരണം 1 കൊരിന്തോസ് 2:14 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായി തോന്നത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ വചനം കേട്ടാലും ബൈബിൾ വായിച്ചാലും നമുക്കത് അർത്ഥവത്തായിട്ട് തോന്നണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പം അതുകൊണ്ട് ആ ഒരു മനോഭാവത്തിൽ ഈ സദ്വാർത്തയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ മനോഭാവത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് സദ്വാർത്തയായിട്ട് മാറും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ സദ്വാർത്ത നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ശരീരവും മനസ്സും ആത്മാവുമുണ്ട്. ഈ 3 മേഖലയിലും നമ്മെ സഹായിക്കുന്നതാണ് സദ്വാർത്ത. നമുക്ക് സുഭാഷിതങ്ങൾ 15:30 വചനം എടുക്കാൻ സാധിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, സദ്വാർത്ത ശരീരത്തിന് ഉന്മേഷം പറയും. നമുക്ക് ഈ ഒരു ഉണർവ് ഉന്മേഷമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ശരിക്കും വിശ്വാസത്തോടെ ബൈബിൾ വായിക്കുക, ബൈബിൾ ധ്യാനിക്കുക, അവിടെ നമ്മുടെ ശരീരത്തിന് പോലും ഉന്മേഷം ലഭിക്കും എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ മനസ്സിന് സൗഖ്യം പകരുന്നതാണ് സദ്വാർത്ത. പറയുന്നത് നമുക്ക് ഈ ആന്തരിക മുറിവുകളും ക്ലേശങ്ങളും വേണമെങ്കിൽ മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ വാക്കുകൾ പെരുമാറ്റങ്ങൾ നമ്മളെ മുറിപ്പെടുത്തിയ സമയത്ത് നമ്മൾ തിരിയേണ്ടത് കർത്താവിങ്കിലേക്കാണ്. ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ പക്കലേക്ക് വരിക, ഞാൻ നിന്നെ സുഖപ്പെടുത്താം, നിൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്താമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് അറിയാൻ സങ്കീർത്തനം 107, 19, 20 വചനങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. മുറിപ്പെടുത്തിയവരുടെ നേരെ കോപിച്ചുകൊണ്ട് ചെന്നതുകൊണ്ട് നമ്മുടെ മുറിവൊന്നും ഉണങ്ങത്തില്ല. ഇനി അവരുടെ നേരെ തട്ടിക്കേറിയത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. നമ്മൾ ചെയ്യേണ്ട കർത്താവിലേക്ക് തിരിയുക, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 3-ാമത്തെ കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവ്. ഈ ആത്മാവിൽ ആനന്ദം പകരാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനവും ഈ സദ്വാർത്തയാകുന്ന യേശു. ജെറമ്യായുടെ പുസ്തകം 15:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ, സദ്വാർത്ത കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, എനിക്കത് ആനന്ദാമൃതമായി. കർത്താവിൻ്റെ വചനം ഭക്ഷിച്ച് ജീവിതത്തിൽ മുന്നേറുമ്പോഴാണ് ഈ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. ഹൃദയത്തിലെ ആനന്ദം അത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഈ ലോകം തരുന്ന കുറേ സന്തോഷങ്ങൾ അതിനോടിങ്ങനെ ഭ്രാന്തി പിടിച്ചതുപോലെ നമ്മൾ അതിൻ്റെ പുറകെ ഓടുന്ന അവസ്ഥ വരത്തില്ല. ഞാകപ്പാടെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷം നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, കുടിക്കുക, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സുഖങ്ങൾ, അതിനപ്പുറത്തോട്ടൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതായിരിക്കും അവർക്ക് വിലപ്പെട്ടത്. ഈ പൂർണ്ണമായത് ഉദിക്കുമ്പോഴാണ് അപൂർണമായത് അസ്തമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഹൃദയത്തിൽ ആനന്ദം വന്നു കഴിയുമ്പോൾ, ആത്മീയ തലത്തിലുള്ള ആനന്ദം അനുഭവിച്ചു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റും. ഒരു വിശുദ്ധൻ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങളും ഈ ഭൂമിയിലെ നേട്ടങ്ങളും ഈ ഭൂമിയിലെ സുഖങ്ങളും എത്ര നിസ്സാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിന് ഈ മുകളിലോട്ടുള്ള നോട്ടം വേണം. മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഉന്നതമായ കാര്യങ്ങളാണെന്നുള്ള ആ ഒരു ചിന്ത വരുന്നത്. അങ്ങനെ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നവരായിട്ട് മാറണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ 2-ാം വായനയിൽ
പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നൊരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കുക. രണ്ടാമത്തെ കാര്യം ഇടവിടാതെ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നിങ്ങൾക്കറിയാലോ, ഒരു പുരോഹിതനെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്ക് സാധിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഞാൻ ഈ കാരിസ്മാനിലെ വൈദികനാണ്. ഇവിടെ വരുന്ന എല്ലാവരെയും ഞാൻ കൊണ്ടുപോയി കാപ്പി കൊടുക്കും, അല്ലെങ്കിൽ അവരെ ഭക്ഷണം കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരോട് കൂടെ ഇഷ്ടം പോലെ സമയം ഇരുന്ന് വർത്തമാനം പറയും. അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. പക്ഷെ ഞാൻ കുമ്പസാരിപ്പിക്കാനും ഇരിക്കുകയില്ല, കുർബാന ചെല്ലാനും ശ്രദ്ധ കാണിക്കുകയില്ല, അല്ലെ ക്ലാസ് എടുക്കാനും എനിക്ക് താല്പര്യമില്ല. നിങ്ങളെന്ത് പറയും? ഈ കാരിസ്മാനിലെ വൈദികരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? ഇല്ല. എൻ്റെ അച്ഛ കാപ്പിയും ചോറും ഒക്കെ ആരെങ്കിലും കൊടുത്തോളൂ, അച്ഛൻ ഈ കാര്യത്തിൽ മുഴുകാൻ പറയും. ഇനി ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിന്നെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിനുള്ള ഹിതമിതാണ്, നീ എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഇന്നത്തെ ആദ്യ വായനയിലും നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഭൂമിയിൽ നിന്ന് ഉയരേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വിത്തുകളൊക്കെ ഇട്ടാൽ അത് മുളച്ചു പൊങ്ങുന്നത് പോലെ ഭൂമിയിൽ നിന്നും ഉയരേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് നീതി, രണ്ടാമത്തേത് സ്തുതി. നീതിയും സ്തുതിയും ഭൂമിയിൽ ഈ വിത്തുകൾ മുളയ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ഉയരേണ്ട 2 കാര്യങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നല്ലതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അനീതി, അതിനെ നമ്മൾ കൂട്ടുപിടിച്ചിട്ടുണ്ടോ? അതേ സുഭാഷിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യേണ്ടി വരും. അനീതി വിതയ്ക്കുന്നവൻ, സുഭാഷിതങ്ങൾ 22:8 വചനം വായിച്ചാൽ അത് പറഞ്ഞിരിക്കുന്ന അവിടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവ്വം ജീവിക്കണം, സ്തുതി സ്വർഗത്തിലേക്ക് ഉയരണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും. അവർ ബൈബിൾ വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അത് സദ്വാർത്തയായിട്ട് അവരുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യും. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ സ്നാപക യോഹന്നാനെ പ്രത്യേകം ഉയർത്തി കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ അടുത്തേക്ക് പുരോഹിതരെയും ലേവ്യരെയും അയക്കുന്ന ഒരു രംഗം. എന്നിട്ട് അവർ വന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്? ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, സ്നാപക യോഹന്നാൻ തീക്ഷ്ണമതിയായിരുന്നു. നമുക്കറിയാലോ, ഏലിയായ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഏലിയായുടെ തീക്ഷ്ണത, അതുപോലെ തീക്ഷ്ണമതിയായിരുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. നമുക്ക് ഈ തീക്ഷ്ണത വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലിയർപ്പണത്തിൻ്റെ ശൈലിയൊക്കെ മാറും. തീക്ഷ്ണതയുള്ളവരും തീക്ഷ്ണതയില്ലാത്തവരും തമ്മിൽ രാപകൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കുർബാന കണ്ടാൽ പോരാ, തീക്ഷ്ണതയോടെ ബലി അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം സ്നാപക യോഹന്നാനിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ധൈര്യശാലികളായിരുന്നു. ഭീരുക്കളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം വേണം. ഇനി അത് ആത്മീയമായിട്ടുള്ള ആ ഒരു ധൈര്യം, ആത്മധൈര്യം, ഇതൊക്കെ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ 13-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനം ഒന്ന് വായിച്ചാൽ മതി. ഹെറോദേസിനെ അവൻ വിളിച്ചത് കുറുക്കൻ. സാധാരണക്കാരൻ അങ്ങനെയൊന്നും വിളിക്കാനുള്ള ധൈര്യം കാണിക്കുകയില്ല. കാരണം എന്താണ് അതിൻ്റെ പുറകെ വരാവുന്നത് എന്നറിയാം. പക്ഷേ സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് കൂട്ടു നിൽക്കുക, സത്യം വിളംബരം ചെയ്യുക, അതിൻ്റെ പേരിൽ എൻ്റെ തലപോണെ പോട്ടെ, അങ്ങനെ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ്. ആ ധൈര്യത്തിൻ്റെയൊക്കെ ഒരു പൊട്ടും പൊടിയും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതിനേക്കാൾ മാന്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, സ്നാപക യോഹന്നാൻ്റെ മനോഭാവം, മഹനീയമായ മനോഭാവമുണ്ടായിരുന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ.
ഇനി അവൻ തന്നെയാണോ വരാനിരിക്കുന്ന രക്ഷകനെന്ന് ചിലർക്ക് ചിന്ത വന്നു. അവൻ പറഞ്ഞെന്താ? അല്ല, ഞാനല്ല, ഞാൻ വെളിച്ചത്തിന് ഒരു സാക്ഷ്യം നൽകാൻ വേണ്ടി വന്നതാണ്. വെളിച്ചം അത് വരുന്നേ ഉള്ളൂ. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് പറഞ്ഞാൽ, നമ്മളായിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഒരുപാട് അനുഗ്രഹപ്രദമാകും. ഇല്ലാത്തതുണ്ടെന്ന് നടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ ആക്ടിങ് ആണ്. അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 12:3 വായിച്ചാൽ മതി, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. സാമ്പത്തിക മേഖലയിലാണേലും ബൗദ്ധിക തലത്തിലാണേലും എവിടെയാണെന്ന് പറഞ്ഞാലും നമുക്കുള്ളത് മതി. അത് നമ്മൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അഭിഷേകം നമുക്കുണ്ടാകും. സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ സ്നാപക യോഹന്നാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അവൻ വളരണം, ഞാൻ കുറയണം. ക്രിസ്ത്യാനിയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഈ മനോഭാവത്തിലുള്ള വളർച്ചയാണ്. അവൻ കുറയണം, അവൻ വളരണം, ഞാൻ കുറയണം. എൻ്റെ ഇഷ്ടവും എൻ്റെ പദ്ധതികളൊന്നും അല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി അത് നിറവേറണം. അതുകൊണ്ടാണ് യോഹന്നാൻ 21:18 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ആത്മീയ പക്വതയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്, ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. പ്രായമാകുമ്പോൾ നീ കൈകെട്ടി നിൽക്കും, മറ്റൊരാൾ നിൻ്റെ അരമുറുക്കും, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ കുറഞ്ഞ് ഇല്ലാതാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം അത് നിറവേറ്റാൻ നമ്മൾ പഠിക്കണം. അതാണ് ഗലാത്യർ 2:20 പൗലോസ് പറയണത്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ ഒരു പ്രിപ്പറേഷനാണ് ക്രിസ്മസിന് ഏറ്റവും നമുക്ക് കൊടുക്കാവുന്ന ഉചിതമായിട്ടുള്ള ഒരു ഒരുക്കം. അതിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.